ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേതൊരു ജ്യൂസ് റെസിപ്പിയാണ്. ചാമ്പക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ഇന്ന് കാണിക്കുന്നത്. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ചാമ്പക്കയുടെ ജ്യൂസ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചാമ്പക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അത് പകുതിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പം ഏകദേശം ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ചാമ്പക്ക എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എനിക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു പാകത്തിനുള്ളതാണ്. അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെയേറെ ഗുണങ്ങളുള്ളതാണ് ഈ ചാമ്പക്ക എന്ന് പറയുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പതിവായി കഴിക്കുന്നതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ ചാമ്പക്കയുടെ ഒരു സീസണാണല്ലോ. അപ്പം ഒരുപാട് ചാമ്പക്കൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വീണടിഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു ജ്യൂസ് റെസിപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള അളവുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ വല്ലാണ്ട് അങ്ങനെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈമിനൊക്കെ ചേർക്കുന്ന അത്രയൊക്കെ ഒന്നും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പാകത്തിനുള്ളത് മാത്രം മതി കേട്ടോ. ഒരുപാട് കൂടുതലായാലും വലിയ രസം ഉണ്ടാവില്ല. അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ഒഴിക്കുക. ഈ ചാമ്പക്ക ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിനുള്ള മാത്രം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ശരീരത്തിൽ നല്ലൊരു തണുപ്പ് തരുന്നൊരു ജ്യൂസ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് കൂടിയാണിത്. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ അരിച്ചെടുത്തതിൽ കുറച്ച് ഭാഗം ഒന്ന് അടിയാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ തവണ ഒന്നുകൂടി കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മളിത് അരിച്ചെടുത്തതിൻ്റെ അതേ അളവിലേക്ക് തന്നെ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. ഇതിൽ നമുക്ക് പുതിനയില, കസ്കസൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും ഒരു മടിയും കാണിക്കരുത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ജ്യൂസ് റെസിപ്പി ഉണ്ട്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്